യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം അധ്യായം 30. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ പ്രവചിച്ചു പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: അയ്യോ കഷ്ടദിവസം എന്ന് മുറയിടുവിൻ. നാൾ അടുത്തിരിക്കുന്നു, അതേ, യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു. അത് മേഘമുള്ള ദിവസം, ജാതികളുടെ കാലം തന്നെ ആയിരിക്കും. മിസ്രൈമിൻ്റെ നേരെ വാൾ വരും. മിസ്രൈമിൽ നിഹതന്മാർ വീഴുകയും അവർ അതിലെ സമ്പത്ത് അപഹരിക്കുകയും അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഇടിക്കുകയും ചെയ്യുമ്പോൾ കൂശിൽ അതിവേദനയുണ്ടാകും. കൂശ്യരും പൂത്യരും ലൂദ്യരും സമ്മിശ്ര ജാതികളൊക്കെയും കൂബ്യരും സഖ്യതയിൽപ്പെട്ട ദേശക്കാരും അവരോടുകൂടെ വാൾ കൊണ്ട് വീഴും. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: മിസ്രൈമിനെ താങ്ങുന്നവർ വീഴും, അതിൻ്റെ ബലത്തിൻ്റെ പ്രതാപം താണുപോകും. സെവേനെ ഗോപുരം മുതൽ അവർ വാൾ കൊണ്ട് വീഴും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അവർ ശൂന്യദേശങ്ങളുടെ മധ്യേ ശൂന്യമായി പോകും. അതിലെ പട്ടണങ്ങൾ ശൂന്യപട്ടണങ്ങളുടെ കൂട്ടത്തിലായിരിക്കും. ഞാൻ മിസ്രൈമിന് തീ വച്ചിട്ട് അതിൻ്റെ സഹായക്കാരൊക്കെയും തകർന്നു പോകുമ്പോൾ ഞാൻ യഹോവയെന്ന് അവർ അറിയും. ആ നാളിൽ ദൂതന്മാർ നിശ്ചിന്തന്മാരായ കൂശ്യരെ ഭയപ്പെടുത്തേണ്ടതിന് കപ്പലുകളിൽ കയറി എൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെടും. അപ്പോൾ മിസ്രൈമിൻ്റെ നാളിൽ എന്ന പോലെ അവർക്ക് അതിവേദന ഉണ്ടാകും. ഇതാ അത് വരുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ ബാബേൽ രാജാവായ നെബൂഖദ്നേസരിൻ്റെ കയ്യാൽ മിസ്രൈമിൻ്റെ പുരുഷാരത്തെ ഇല്ലാതാക്കും. ദേശത്തെ നശിപ്പിക്കേണ്ടതിന് അവനെയും അവനോടുകൂടെ ജാതികളിൽ ഭയങ്കരന്മാരായ അവൻ്റെ ജനത്തെയും വരുത്തും. അവർ മിസ്രൈമിൻ്റെ നേരെ വാളൂരി ദേശത്തെ നിഹതന്മാരെ കൊണ്ട് നിറയ്ക്കും. ഞാൻ നദികളെ വറ്റിച്ച് ദേശത്തെ ദുഷ്ടന്മാർക്ക് വിറ്റുകളയും. ദേശത്തെയും അതിലുള്ള സകലത്തെയും ഞാൻ അന്യജാതികളുടെ കയ്യാൽ ശൂന്യമാക്കും. യഹോവയായി ഞാൻ അത് അരുളിച്ചെയ്തിരിക്കുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ വിഗ്രഹങ്ങളെ നശിപ്പിച്ച് അവരുടെ മിഥ്യാമൂർത്തികളെ നോഫിൽ നിന്ന് ഇല്ലാതാക്കും. ഇനി മിസ്രൈം ദേശത്തു നിന്ന് ഒരു പ്രഭു ഉത്ഭവിക്കയില്ല. ഞാൻ മിസ്രൈം ദേശത്ത് ഭയം വരുത്തും. ഞാൻ പത്രോസിനെ ശൂന്യമാക്കും. സോവാന് തീ വയ്ക്കും. നോവിൽ ന്യായവിധി നടത്തും. മിസ്രൈമിൻ്റെ കോട്ടയായ സീനിൽ ഞാൻ എൻ്റെ ക്രോധം പകരും. ഞാൻ നോവിലെ പുരുഷാരത്തെ ഛേദിച്ചു കളയും. ഞാൻ മിസ്രൈമിന് തീ വയ്ക്കും. സീൻ അതിവേദനയിലാകും. നോവ് പിളർന്നു പോകും. നോഫിന് പകൽ സമയത്ത് വൈരികൾ ഉണ്ടാകും. ആവനിലെയും പി ബേസത്തിലെയും യൗവനക്കാർ വാൾ കൊണ്ട് വീഴും. അവയോ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. ഞാൻ മിസ്രൈമിൻ്റെ നുകം ഒടിച്ച് അവളുടെ ബലത്തിൻ്റെ പ്രതാപം ഇല്ലാതാക്കുമ്പോൾ തഹഫ്നേഹസിൽ പകൽ ഇരുണ്ടുപോകും. അവളെയോ ഒരു മേഘം മൂടും. അവളുടെ പുത്രിമാർ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. ഇങ്ങനെ ഞാൻ മിസ്രൈമിൽ ന്യായവിധികളെ നടത്തും. ഞാൻ യഹോവ എന്ന് അവർ അറിയും. 11-ാം ആണ്ട് 1-ാം മാസം 7-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, മിസ്രൈം രാജാവായ ഫറവോന്റെ ഭുജത്തെ ഞാൻ ഒടിച്ചിരിക്കുന്നു. അത് വാൾ പിടിപ്പാൻ തക്കവണ്ണം ശക്തി പ്രാപിക്കേണ്ടതിന് അതിന് മരുന്ന് വെച്ച് കെട്ടുകയില്ല, ചികിത്സ ചെയ്യുകയുമില്ല. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ മിസ്രൈം രാജാവായ ഫറവോന് വിരോധമായിരിക്കുന്നു. ഞാൻ അവൻ്റെ ഭുജങ്ങളെ ബലമുള്ളതിനെയും ഒടിഞ്ഞിരിക്കുന്നതിനെയും തന്നെ ഒടിച്ചു കളയും. വാളിനെ ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് വീഴ്ച കളയുകയും ചെയ്യും. ഞാൻ മിസ്രൈമിലെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ച് ദേശങ്ങളിൽ ചിതറിച്ചു കളയും. ഞാൻ ബാബേൽ രാജാവിൻ്റെ ഭുജങ്ങളെ ബലപ്പെടുത്തി എൻ്റെ വാളിനെ അവൻ്റെ കയ്യിൽ കൊടുക്കും. ഫറവോന്റെ ഭുജങ്ങളെയോ ഞാൻ ഒടിച്ചു കളയും. മുറിവേറ്റവൻ ഞരങ്ങുന്നത് പോലെ അവൻ അവൻ്റെ മുമ്പിൽ ഞരങ്ങും. ഇങ്ങനെ ഞാൻ ബാബേൽ രാജാവിൻ്റെ ഭുജങ്ങളെ ബലപ്പെടുത്തും. ഫറവോന്റെ ഭുജങ്ങൾ വീണുപോകും. ഞാൻ എൻ്റെ വാളിനെ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവൻ അതിനെ മിസ്രൈം ദേശത്തിൻ്റെ നേരെ ഓങ്ങുമ്പോൾ ഞാൻ യഹോവ എന്ന് അവർ അറിയും.
ഞാൻ മിസ്രയീമ്യരെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ച് ദേശങ്ങളിൽ ചിതറിച്ചു കളയും. ഞാൻ യഹോവ എന്ന് അവർ അറിയും.